ഇന്ത്യസ് ഗോട്ട് ടാലന്റ് ഷോയിലെ യൂട്യൂബർ രൺവീർ അലഹബാദിയയുടെ ഗുരുതര അശ്ലീല പരാമർശം വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ വിഷയം നിയമ നടപടിയിലേക്ക് എത്തിയതോടെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് അലഹബാദിയ. തനിക്കെതിരെയുള്ള ഒന്നിലധികം എഫ്ഐആറുകൾക്കെതിരെ ഹർജി നൽകിയ രൺവീർ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തള്ളി. നടപടിക്രമം അനുസരിച്ച് വിഷയം പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇന്ത്യസ് ഗോട്ട് ടാലന്റ് ഷോയിലെ വിധികർത്താക്കളിൽ ഒരാളായ രൺവീർ മത്സരാർത്ഥിയോട് ഗുരുതര അശ്ലീല പരാമർശമാണ് നടത്തിയത്. പരാമർശം വൈറലായതോടെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ രൺവീർ മാപ്പപേക്ഷിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിലും ഇപ്പോഴും പ്രതിഷേധം അടങ്ങിയിട്ടില്ല. മുംബൈ പോലീസും അസം പോലീസും തങ്ങൾക്ക് ലഭിച്ച പരാതികളിൽ രൺവീറിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മികച്ച സാമൂഹിക മാധ്യമ ക്രിയേറ്റർക്കുള്ള ഡിസ്റപ്റ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചയാളാണ് രൺവീർ അലഹബാദിയ. രൺവീറിന്റെ പ്രവർത്തനങ്ങളെ മോദി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. രൺവീറിനെ ചോദ്യം ചെയ്യാൻ അസം പോലീസ് കഴിഞ്ഞ ദിവസം മുംബൈയിലെത്തിയിരുന്നു. അതേസമയം ഇന്ത്യസ് ഗോട്ട് ടാലന്റ് ഷോയ്ക്കെതിരെ മഹാരാഷ്ട്ര സൈബർ സെൽ കേസെടുത്തിട്ടുണ്ട്. ഷോയുടെ ആദ്യ 6 എപ്പിസോഡുകളിൽ ഭാഗമായിരുന്ന 40ഓളം പേർക്കെതിരെ സൈബർ സെൽ കേസെടുത്തിട്ടുണ്ട്. ഇതോടെ ഷോയുടെ അവതാരകൻ സമീർ റൈന എല്ലാ വീഡിയോകളും ഡിലീറ്റ് ചെയ്തു. ആളുകളെ ചിരിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശമെന്നും എല്ലാ അന്വേഷണ ഏജൻസികളുമായും സഹകരിക്കുമെന്നും സമയ വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.